തുടരും എന്താണ് അവസ്ഥ എന്ന് ആർക്കെങ്കിലും വല്ല പിടിയുണ്ടോ? ഈ പറയുന്ന ഹൈപ്പിനുള്ള പടം ഉണ്ടോ? എന്റെ അഭിപ്രായത്തിൽ അത്ര ഇല്ല, പക്ഷെ എന്നാലും ഉണ്ട്, എന്തൊക്കെയുണ്ട്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ, തുടരും അത്ര കിട്ടുന്ന സിനിമയൊന്നുമല്ല. പക്ഷേ നമ്മുടെ മലയാളികൾ എസ്പെഷ്യലി ഒരു 60s 70s 80s 90s ഇപ്പോഴത്തെ പിള്ളേരുടെ അവസ്ഥ എനിക്കറിയില്ല. എന്നാൽ ഈ 4 കാറ്റഗറി ആൾക്കാർക്ക് സത്യത്തിൽ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വികാരമാണ്. മമ്മൂട്ടി അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ മമ്മൂട്ടിയുടെ ആക്ടിങ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ മോഹൻലാൽ ഒരു വികാരമാണ്. അങ്ങേര് കരയുമ്പോൾ കരയും, അങ്ങേര് ചിരിക്കുമ്പോൾ ചിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് ഓരോ പടം വരുമ്പോൾ മലയാളി കരയുകയാണ്. കാരണം അവർക്കുള്ളിൽ ഒരു ലാലേട്ടൻ ഉണ്ട്. മോഹൻലാലിന് വിട്, ഒരു ലാലേട്ടൻ ഉണ്ട്, നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പായിട്ടുള്ള ഒരു ലാലേട്ടൻ. എനിക്ക് തോന്നുന്നില്ല ഒരു 10 15 20 വർഷങ്ങൾക്ക് മുന്നേ മോഹൻലാൽ എന്ന വ്യക്തിക്ക് ഇത്രയ്ക്കധികം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതും വിട്, കഴിഞ്ഞ ഒരു 10 പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പടങ്ങളും അനൗൺസ് ചെയ്യും. ഇപ്പൊ അവസാനം വന്ന എമ്പുരാൻ, മറ്റേ ബിഗ് ബിയില് മമ്മൂട്ടി ഇതിലും കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ടെന്ന് തോന്നുന്നു. ബിഗ് ബി ഒക്കെ കിട്ടില്ല പടം കേട്ടോ, പടമല്ലാന്നെല്ലാം പറയുന്നത്. ബിഗ് ബിയില് മമ്മൂട്ടി കണ്ടിട്ടില്ലേ, ചുമ്മാ കുറച്ചൊക്കെ ഇരിക്കും, എന്നിട്ട് വരിക പാട്ട് കിടുക. പക്ഷെ ഡയലോഗ് ഡെലിവറി ഒക്കെ വേറെ ലെവലായിരുന്നു. പടം ഒരു മലയാളത്തിലൊരു വേറൊരു സംഭവത്തിലേക്ക് തിരിപ്പിച്ചൊരു പടമാണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നേരെ കുറച്ച് എമ്പുരാനിലേക്ക് വരുമ്പോൾ കുറച്ച് സ്റ്റൈലിഷ് ഒക്കെ ആയിട്ട് ആക്കാൻ നോക്കി. മൊത്തത്തിൽ ഒരു 15 മിനിറ്റ് ഉണ്ടാവും മോഹൻലാൽ. പക്ഷെ മോഹൻലാലിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പടം മാർക്കറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് കുറെ ഹെലികോപ്റ്ററും ഗുദാഗവ പോട്ടെ. അതിന് മുന്നേ വന്ന പടങ്ങൾ ഓരോ പടത്തിന്റെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഭയങ്കരമായ പ്രതീക്ഷയാണ്. മോൺസ്റ്റർ, ഒടിയൻ, വാലിബൻ, നീരാളി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയൊക്കെ തോന്നും, ദൈവമേ എന്തോ സംഭവം ഇருக்கு, എന്തോ വരാൻ പോകുന്നുണ്ട്, ദൈവമേ പൊളിക്കും, ഈ തവണ ലാലേട്ടൻ തിരിച്ചു വരും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്ടിലും കൊല്ലത്തിലും ഒക്കെ, ആണ്ടിലും കൊല്ലം എന്ന് പറയാൻ പറ്റില്ല, കൊല്ലങ്ങൾ കൂടുമ്പോൾ ഒരു നല്ല പടം വരും. അതായത് കുറേ കൊല്ലം മുന്നേ ഒരു പുലിമുരുകൻ, കുറേ കൊല്ലം മുന്നേ ഒരു ദൃശ്യം, കുറച്ച് കൊല്ലം മുന്നേ ഒരു നേര്. അതിലും നമ്മുടെ ലാലേട്ടൻ്റെതായ ഭയങ്കരമായ ഭാവങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ തുടരും എന്ന സിനിമയിൽ പഴയ ലാലേട്ടൻ്റെതായ കുറെ ആക്ടിങ് സ്കില്ലുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ പടം വെർത്ത് വാച്ചിങ് ആണ്. പക്ഷെ അതേസമയം നല്ല ലാഗ് അടിപ്പിക്കുന്ന ഒരു പടം. എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതെന്നൊക്കെ ഒരു തോന്നൽ വരും. പക്ഷെ ലാഗ് ഉള്ള സമയത്തും വില്ലൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു സാധനമുണ്ട്, പുള്ളി പൊളിയാണ്. ജഗന്നാഥ വർമ്മയുടെ ആയിരിക്കും എന്നൊക്കെ പറയണ്ട, അറിയില്ല. എന്തൊക്കെയോ ആർട്ട് ഡയറക്ടർ ആണെന്ന് പറയുന്നുണ്ട്, പരസ്യങ്ങൾ ചെയ്ത ആളാണ് വോഡാഫോണിന്റെ ഒക്കെ പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, പുള്ളി കിടുവാണ്. കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിന് പറ്റിയ ഒരു എതിരാളി. നമ്മുടെ ജയിലറിൽ നമ്മുടെ വിനായകൻ വില്ലനായി വന്ന പോലെയൊന്നുമല്ല, ഒത്ത എതിരാളി. നമ്മുടെ കിരിക്കാടൻ ജോസ് എന്നൊക്കെ പറയുമ്പോൾ പേടിക്കാൻ, അല്ലെ റൗത്തർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പേടിച്ച പോലത്തെ നല്ലൊരു കിടിലൻ ക്യാരക്ടർ ചെയ്തൊരു മച്ചാൻ. ഇതൊന്നും അല്ലാതെ സത്യത്തിൽ തുടരും എന്ന് പറഞ്ഞ സിനിമ അത്ര സൂപ്പർ സിനിമയൊന്നുമല്ല. പക്ഷെ മോഹൻലാൽ എന്നൊരു മനുഷ്യൻ ആ ചരിഞ്ഞ ആ തോളിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കിടിലൻ സിനിമ. അപ്പോൾ ഈ പഴയ ലാസ്റ്റ് വന്ന 10 പടങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ കാണാപ്പാടം പഠിച്ചിട്ടില്ല കേട്ടോ, ഭയങ്കര പാടം എല്ലാം പൊട്ടിയതുകൊണ്ടേ. അതായത് ഏറ്റവും അവസാനം വന്നത് എമ്പുരാൻ, അതിനു മുന്നേ വാലിബൻ, അതിനു മുന്നേ നേര്. വാലിബനൊക്കെ വരുമ്പോൾ തിയേറ്റർ കുലുങ്ങുന്ന പറഞ്ഞത്, ഓഹോ. അതിനു മുന്നേ വന്ന നേര് നല്ല സിനിമയായിരുന്നു. പക്ഷേ ലാലേട്ടന് പറ്റിയ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആണ് മെയിനായിട്ട്, അല്ലെങ്കിൽ മെയിനായിട്ട് ഒരു സ്റ്റോറി ഓറിയന്റഡ് മൂവി എന്നുള്ളത് കൊണ്ട് മോഹൻലാൽ എന്നൊരു വ്യക്തിക്ക് ഒരു തിരിച്ചുവരവൊന്നും പറയാനുള്ള സിനിമ ആയിരുന്നില്ല. അതിനു മുമ്പ് കിട്ടലൻ സിനിമകൾ എലോൺ, മോൺസ്റ്റർ, ആറാട്ട്. അതിനു മുന്നേ ബ്രഹ്മാണ്ഡ പടം, പാൻ ഇന്ത്യൻ മൂവി അറബിക്കടലിന്റെ സിംഹം. ഓഫ്. പിന്നെ അതിനു മുന്നേ സിദ്ദിഖിന്റെ തിരിച്ചുവരവുണ്ടായിരുന്നു, മരിച്ചുപോയി പോട്ടെ, ബിഗ് ബ്രദർ. അതിനു മുന്നേ ദുരന്തം പിടിച്ച ഇട്ടിമാണി. അതിനു മുന്നേ ഒരു നല്ല സിനിമ വന്നു, ലൂസിഫർ. അതിനു മുന്നേ വന്ന ഒടിയൻ, ദ ബെഞ്ച് മാർക്ക്. മോഹൻലാലിനെ മോഹൻലാലാക്കി മാറ്റിയ, അല്ല മോഹൻലാലിനെ ലാലേട്ടനെ വെറും മോഹൻലാലാക്കി മാറ്റിയ ഒരു സിനിമ ഒടിയൻ. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ തുടരും വെറുത്ത് വാച്ച് പടമാണ്. കാരണം കഴിഞ്ഞ ഒരു 10 15 പടമായിട്ട് ക്ലച്ച് പിടിക്കാത്ത ലാലേട്ടന് കിട്ടിയ ഒരു വരദാനമാണ് തരുൺമൂർത്തി കൊണ്ടുവന്ന ഈ സിനിമ. സിനിമയിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് ഒന്നും പറയുന്നില്ല, നമ്മൾ കേട്ടുമെടുത്ത കഥകളൊക്കെ തന്നെ, അല്ലെങ്കിൽ പല സമയത്തായിട്ട് കണ്ട ഒരു കഥയൊക്കെ തന്നെ. പക്ഷെ ലാലേട്ടന്റെ പെർഫോമൻസും വില്ലന്റെ പെർഫോമൻസും വെച്ചിട്ട്, അല്ലെങ്കിൽ ഡയറക്ഷന്റെ കഴിവ് വെച്ചിട്ട് പടം വെർത്ത് വാച്ചിങ് ആണ്. പക്ഷെ കട്ട ലാഗ് ഉണ്ട് കേട്ടോ, എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നതെന്നൊരു വിഷമം വരും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് 10 സിനിമാസ് വേഴ്സസ് തുടരും. നമ്മൾ എന്തുകൊണ്ട് തുടരും കാണണം? ബിക്കോസ് ഓഫ് ലാലേട്ടൻ. ലാലേട്ടൻ ഒരു വികാരമാണ്, അതുകൊണ്ട്.